ഹായ് കൂട്ടുകാരെ, കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട്. നോക്കൂ, ഈ ആന്തൂറിയം കണ്ടില്ലേ? ഞാൻ നേരത്തെ ഒരു ഷോർട്ടിലൊക്കെ ഇട്ടുണ്ട് കേട്ടോ. ഈ ആന്തൂറിയം ഇതിൻ്റെ കുറച്ച് ബേബി പ്ലാന്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. ആർക്കെങ്കിലും വേണമെങ്കിൽ തരാം. ഇതാണ് ഫ്ലവർ ഇട്ട. ഇത് തന്നെയാണ് ഇതിൻ്റെ ഫ്ലവർ, വേറൊന്നുമില്ല. ഇതിൽ വേറൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇതാ ഇതിൻ്റെ ഒരു ഫ്രഷ് ഫ്ലവറാണിത്. ഇതിപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ കേട്ടോ വിരിഞ്ഞിട്ട്. ബേബി പ്ലാന്റിൽ ഫ്ലവർ വന്നു തുടങ്ങിയതാട്ടത് ഇന്നത്തെ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈകൾ എൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെയാണ് തൈകളതാ അല്ലേ. പൂവ് വന്നു തുടങ്ങിയ തൈകളുണ്ട്. ഇതൊക്കെ കൊടുക്കാനുള്ള പ്ലാന്റുകളാണിത്. ഇതിൻ്റെയൊക്കെ പൂക്കൾ വന്നു തുടങ്ങിയതാണിതാ. ഇത് തിരിയിട്ട് വെക്കണം. ഇതാരണം. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. ഞാൻ ചട്ടിയിൽ വെച്ചിന് എടുത്തതാണ്. ഞാൻ എന്നാൾ കാണിച്ചതാണത്. ഇതാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തരാം. ഇത് മിനിയേച്ചറൊന്നുമല്ല കേട്ടോ. നമ്മുടെ ആദ്യത്തെ കാന്തൂര്യങ്ങളുണ്ടാവില്ല, ഇപ്പോൾ എല്ലാം മിനിയേച്ചർ ആണ് വരുന്നത്. ഇതിങ്ങനെ ഒരു 2 തൈയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ബേബി പ്ലാന്റ് ഉണ്ടായി വന്നത് ഇതേപോലെ കൂട്ടമായി നിന്നാൽ ഇതേപോലെ പൂ വിരിയും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാം, നമ്പർ ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ഓർക്കിഡിൻ്റെ കുറച്ച് കിക്കീസ് കൂടി ഉണ്ട്. ഓർക്കിഡിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ഇട്ടിരുന്നില്ലേ? 45-ൻ്റെ ഒക്കെ തീർന്നു പോയി. ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ തൈകൾ കേട്ടോ. അത് കിക്കീസ് ഉണ്ട്, മുട്ട് വന്ന് നിൽക്കുന്നത് മഞ്ഞ ഒക്കെ. മരത്തിൽ പൊട്ട് ചെയ്ത് വെച്ചേക്കുന്നതായിട്ടത്, തടിക്കഷ്ണത്തിൽ. അത് ഇവിടെ ഒരു തൂണിൽ ചെയ്തൊരു ഓർക്കിഡ് ഉണ്ട്. ഡെൻഡ്രോബിയം ഇതൊരു വാർക്കത്തൂണാണ് കേട്ടോ. സിമെൻറ്റ് കോൺക്രീറ്റ് തൂണാണ്. അതിൽ നെറ്റ് ചുറ്റിയിട്ട് ഓർക്കിഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ആന്തൂറിയത്തിൻ്റെ അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതുകൂടി ഇതിനകത്ത് കാണിച്ചത്. നല്ലതാ, ഫ്ലവർ വന്നു തുടങ്ങി. ഇതാണ് ഇതിൻ്റെ ഫ്ലവർ. ഇതേപോലെ ഞാനൊരു PVC പൈപ്പിലും ഇതേപോലെ നെറ്റ് ചുറ്റിയിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതിലും ഫ്ലവറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഓർക്കിഡ് വയ്ക്കാൻ സ്ഥലമില്ലാത്തവർക്കൊക്കെ ഇതൊരു നല്ല ഐഡിയ ആണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് തൈകൾ, ചെറിയ തൈകൾ പലതരം വാങ്ങിച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ നമുക്ക് ഓർക്കിഡ് ഒരു മരമാക്കി വളർത്താം. കണ്ടില്ലേ വെച്ചേക്കുന്നതിങ്ങനെ. ഇത്രയേ ഉള്ളൂ. ഓർക്കിഡിൻ്റെ കിക്കീസാണ് എൻ്റെ കയ്യിലുള്ളത് കുറച്ച്. അത് വേണമെങ്കിലും പറയാം. പിന്നെ ആന്തൂറിയത്തിൻ്റെ തൈകൾ വേണ്ടവരും അതും പറയാം. ഓക്കെ, ബൈ.